ഏതായാലും ഇന്ത്യൻ സോഷ്യൽ മീഡിയയിലും പല BJP-ക്കാരും BJP-യുടെ ഇൻ്റലക്ച്വൽസും അതേപോലെ തന്നെ പല മീഡിയയിലും ഫൈനലി ഇന്ത്യൻ എക്കോണമിയുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ വളരെ മോശമാണ്, അതൊരു ഡിസാസ്റ്റർ രീതിയിലോട്ടാണ് പോകുന്നതെന്ന് ഓപ്പണായിട്ട് പറയാൻ തുടങ്ങി. അതൊരു ട്രാൻസ്പെറൻസിയുടെ പാർട്ടാണ്. ഈ ഗോധി മീഡിയ ഒളിപ്പിച്ച് ഈ സാധനം കറക്റ്റായിട്ടുള്ള ഇതാണ് എക്സാക്റ്റായിട്ട് ഡിസ്കഷൻ നടത്തേണ്ടത്. അത് മാറ്റിയിട്ട് അവിടെ ഒരു കൊലപാതകം നടന്നു, അതിൻ്റെ മസാല, അവിടുന്ന് ഒരാൾ ബീഫ് മേടിക്കാൻ പോയി, അതിൻ്റെ സ്റ്റോറി, അതൊക്കെ മാറ്റിയിട്ട് ക്ലിയറായിട്ട് ഇന്ത്യൻ സോഷ്യൽ മീഡിയയിലും പ്രത്യേകിച്ച് ട്വിറ്ററിലും മറ്റുള്ളിടത്തും പ്രധാനപ്പെട്ട മീഡിയയിലും ഇത് ഡിബേറ്റിലോട്ടങ്ങ് പോകാൻ തുടങ്ങി. ആദ്യം പതുക്കെ കയറി സംഭവം യഥാർത്ഥ പിച്ചിലോട്ടങ്ങ് പോയി. അതുമായി ബന്ധപ്പെട്ട് മോദിയുടെ പഴയ അദ്ദേഹത്തിൻ്റെ അഡ്വൈസറും ഫിനാൻസ് അഡ്വൈസറും മറ്റുള്ള പല അഡ്വൈസറിലൊക്കെ ഉണ്ടായിരുന്ന സുർജിത് ബല്ല ഇന്ത്യയിൽ അറിയപ്പെടുന്നൊരു എക്കണോമിസ്റ്റാണ്. അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിനകത്തൊരു ആർട്ടിക്കിൾ എഴുതി, എലക്ഷൻ വിജയിക്കാൻ അറിയാം, എക്കോണമിയെ പറ്റി ഒരു കുന്തവും അറിയത്തില്ല. അത് സാധാരണ യഥാർത്ഥ സത്യം. എലക്ഷൻ വിജയിക്കാൻ ഹിന്ദുത്വ, അത് ഇത്, ഗൂസ് പെട്ടിയോ, അവരെ ഒതുക്കുക, മുസ്ലിങ്ങളെ ഒതുക്കുക, അമ്പലം ഇഷ്യൂ പറയുക. പക്ഷേ ഈ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ജനങ്ങൾ ഇത്രയും ജീവിക്കുന്നത് ഇതുകൊണ്ടല്ല. ഇന്ത്യൻ എക്കോണമി സ്ട്രെങ്തൻ ചെയ്യണം, സ്ട്രോങ് ആയിരിക്കണം, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റൂ. അദ്ദേഹത്തിൻ്റെ കറക്റ്റ് ആർട്ടിക്കിൾ വന്നു, അതിൻ്റെ അകത്ത് ഓരോ ഡേറ്റ വെച്ച് എവിടെയൊക്കെയാണ് മോദി ഗവൺമെൻറ് ഫെയിലിയർ ആയത് ഓരോന്നായിട്ട് മോദിയുടെ അടുത്ത സുഹൃത്ത് എടുത്തങ്ങോട്ട് ഉപയോഗിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ, അതായത് ഹിഞ്ച് തരികയാണ്. 2028 ഇന്ത്യ ഏകദേശം ഈ പറയുന്ന, അതായത് നമ്മളിപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ ഇതൊക്കെ പറയുന്ന ചുമ്മാ അടിച്ചുവിടുന്ന ഒരു ഇൻഡെക്സ് വെച്ച് കാച്ചുന്ന സാധനങ്ങളാണ്. പെർ ക്യാപിറ്റയിൽ നമ്മൾ ബംഗ്ലാദേശിന് പുറകെ പോയി. അപ്പം അതിനകത്ത് പറയുന്ന ഏകദേശം 2028 നമ്മൾ 11ഉം 12ആം സ്ഥാനത്തോട്ട് നമ്മുടെ എക്കോണമി, അതായത് ഗ്ലോബൽ എക്കോണമി, നമ്മളിപ്പോൾ 4ആം സ്ഥാനത്ത്, ഇപ്പോൾ 6ആം സ്ഥാനത്ത്. ഈ പറയുന്ന 2014 അല്ലെങ്കിൽ 2011 ഏത് സ്ഥിതിയിലായിരുന്നു ഇന്ത്യൻ എക്കോണമി, ആ രീതിയിലോട്ടാണ് പുറകോട്ട് പോകുന്നത്. അതായത് വരാൻ പോകുന്ന വലിയൊരു ദുരന്തം, ഞാൻ പാനിക്കാക്കാൻ വേണ്ടി പറയുമല്ല, അതായത് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതിന് ഈ പറയുന്ന പോലെ സുജിത് ബല്ലയാണെങ്കിലും മോഹൻദാസ് പൈ അറിയാം, പഴയ ഇൻഫോസിസിൻ്റെ ഫൗണ്ടറാണ്, BJP-യുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് അതിൻ്റെ ചീഫ് അഡ്വൈസറായിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, പോക്ക് വല്ലാത്ത കഠിനമായ പോക്ക്, ഇതിനകത്ത് പഴിചാരുന്നത് ഹോർമുസും ഇതിൻ്റെ സംഭവമാണെങ്കിൽ അതല്ല സംഭവം. ഇത് 1.5-2 വർഷം കൊണ്ട് ഇന്ത്യയിൽ തുടങ്ങിയിരിക്കുകയാണ്. ഗവൺമെൻറ് പൂർണ്ണമായിട്ട് മൂടി വെച്ചു, കള്ളത്തരവും കപടതയും മാത്രം പറഞ്ഞു, ഒരു ട്രാൻസ്പെറൻസി ഇല്ല. എന്താണ് മോഹൻദാസ് പൈ ചോദിക്കുന്നൊരു ചോദ്യം? അതായത് കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട്, അതായത് ക്രൂഡിന് വില കുറഞ്ഞ് ആ സമയത്ത് സെൻട്രൽ ഗവൺമെൻറ് 30 ലക്ഷം കോടിയാണ് ഓയിൽ ബോണ്ട് എന്ന് പറഞ്ഞ് പിരിച്ചെടുത്തിരിക്കുന്നത്. 30 ലക്ഷം കോടി സെൻട്രൽ ഗവൺമെൻറ് മാത്രം പിരിച്ചത്. അതിനുശേഷം സ്റ്റേറ്റ് ഗവൺമെൻറ് 20 ലക്ഷം കോടി, 50 ലക്ഷം കോടി ഓയിൽ ബോണ്ടിന് വേണ്ടി പിരിച്ചു. സ്റ്റേറ്റ് സെൻട്രൽ വേറെയാ, സെൻട്രലിൻ്റെ സെസ്സും സ്റ്റേറ്റിൻ്റെ ടാക്സും. അപ്പം അതിനകത്ത് ഈ പണമൊക്കെ എവിടെ പോയി? അന്ന് ഈ പാവം പിടിച്ചവൻ്റെ, ഈ സാധനത്തിന് വില കുറഞ്ഞ സമയത്ത് ഇന്ത്യയിലെ പാവം പിടിച്ചവന് അത് ഉയർന്ന രീതിയിൽ ചാർജ് മേടിച്ചു. ഈ പണമൊക്കെ എവിടെ പോയി? എവിടെയാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തത്? അപ്പോൾ ഗവൺമെൻറ് പറയുന്നത് ഇതൊക്കെ ഫ്രീ ബീസ്, അതായത് ജനങ്ങൾക്ക് ഓരോന്ന് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി കൊടുത്തു. അതാണ് ഞാൻ പറഞ്ഞ ഫ്രീ ബീസ്. ഇന്ത്യയുടെ ശാപമാണ് ഈ സാധനം. അതിനുവേണ്ടി ചെലവഴിച്ചു. ഫ്രീ ബീസ്, അത് ഫ്രീ, ഇത് ഫ്രീ, അത് ഫ്രീ, ഇത് ഫ്രീ. അതായത് എലക്ഷൻ ജയിക്കാൻ വേണ്ടി ഇന്ന് ഓരോ ഇന്ത്യക്കാരനെ അനുഭവിക്കുകയാണ്. ആ രീതിയിലോട്ട് കാര്യങ്ങൾ മാറി. ഇനി അടുത്ത തമാശ, ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, 1 വർഷം മുമ്പ് ഇന്ത്യയുടെ എയർലൈൻസ്, അതായത് മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ എയർലൈൻ ഓപ്പറേഷനുള്ള രാജ്യമാണ് ഇന്ത്യ. അമേരിക്ക, ചൈന, അത് കഴിഞ്ഞ് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻ. ഇഷ്ടംപോലെ എയർപോർട്ടുകളുണ്ട്.
അതായത് ഇന്നത്തെ പത്രവും, അതായത് നിങ്ങളെടുത്ത് നോക്കുക, എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ 50% ഫ്ലൈറ്റുകൾ ഇന്റർനാഷണലി ഡൊമസ്റ്റിക്കും കുറച്ചു. അപ്പം നിങ്ങൾ പറയും, അവർ പറയുന്നത് ക്രൂഡാണ് കാരണം. ഇപ്പോൾ ക്രൂഡ് ഈ സംഭവം ഉണ്ടായ സമയത്ത് ഇവരതിനെ ചാർജ് കൂട്ടുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ്? ക്രൂഡാണോ ഇഷ്യൂ? ക്രൂഡല്ല ഇഷ്യൂ ഇതിനകത്ത്. അപ്പം അതിനേക്കാളും ചാർജുള്ള സമയത്തുണ്ടായിരുന്നു. അവർ ചാർജും കൂട്ടുന്നുണ്ട്. അതായത് മനസ്സിലാക്കുക, ട്രാവൽ ചെയ്യാൻ ആളില്ല. ഫ്ലൈറ്റേ കയറാനും ട്രാവൽ ചെയ്യാൻ ആൾക്കാർ കുറഞ്ഞു. എല്ലാം ഈ ബജറ്റ് എയർലൈൻസ് ആണ്. ഇതിനകത്ത് ഒരു 65-70% ആൾക്കാരില്ലെങ്കിൽ എയർലൈൻസിന് നഷ്ടമാണ്. ഈ എയർലൈൻസ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കുക, 2028 അതാണ് ഇവർ ലൈൻ പറയുന്നത്. എയർലൈൻസ് ഇപ്പം കാണുന്നതിൻ്റെ 10% കാണത്തുള്ളൂ. കാരണം ക്രൈസിസാണ്. അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ 15 രൂപ 20 രൂപയ്ക്കൊക്കെയാണ് ഓരോ കടയിൽ പോകുമ്പോൾ ചായ കുടിക്കുന്നത്. ഞാൻ പറഞ്ഞ 5 സ്റ്റാർ ഹോട്ടലിലെ വലിയ ചായയുടെ കാര്യമല്ല, നോർമൽ ചായ. 2020 നമ്മൾ ഈ കുടിക്കുന്ന 20 രൂപ 25 രൂപയുടെ ചായ എന്ന് പറഞ്ഞത് 175-200. കാരണം കറൻസിക്ക് വാല്യൂ കുറയുമോ? അതാണ് ഈ ഗവൺമെന്റിന്റെ മണ്ടത്തരവും മടയത്തരവും. അപ്പൊ ചോദ്യം, കേരളത്തിൽ എല്ലാവരും പറയുന്നുണ്ട് മോദിക്ക് ഭയങ്കര എക്കണോമി. അയാൾക്ക് ഈ പുല്ല് അറിയത്തില്ല. ഒരു ഉദാഹരണം പറയാം, നിങ്ങൾ മനസ്സിലാക്കുക. ഡിമോണിറ്റൈസേഷൻ ആര് പറഞ്ഞിട്ടാണ് മോദി ചെയ്തത്? പൂനെയിലുള്ള അനിൽ ബോക്ലി എന്ന് പറഞ്ഞ ഒരാള്. അയാൾ ബേസിക്കലി ഒരു പശു സയന്റിസ്റ്റാണ്. അവിടുത്തെ ഒരു NGO പരിവർത്തൻ എന്നും പറഞ്ഞ ഒരാൾ. അയാൾക്ക് എക്കോണമിയെ പറ്റി ഒരു കുന്തം അറിയത്തില്ല. സയന്റിഫിക്കലി ട്രെയിൻഡ് എക്കണോമിസ്റ്റിന് മാത്രമേ ഇതിനെപ്പറ്റി അറിയത്തുള്ളൂ. അയാൾക്കൊരു കുന്തം അറിയത്തില്ല. അയാൾ 2013 മോദിയെ കാണുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രിയായ സമയത്ത്. അപ്പോൾ അയാളൊന്നും പറയുന്നു മോദി ആയിരിക്കും അടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി. കാരണം ഗുജറാത്തിൻ്റെ ഇത്രയും പ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്നു. വരുമ്പോഴാദ്യം ചെയ്യേണ്ടത് ഈ പറയുന്ന കറൻസി ബാൻ ചെയ്യണം. 1000-ൻ്റെ 500-ൻ്റെ കറൻസി അങ്ങ് ബാൻ ചെയ്യണം. അങ്ങനെയാണ് ഈ കറൻസി ബാൻ വന്ന് ഡീമോണിറ്റൈസേഷൻ. ഇന്ത്യയുടെ നട്ടെല്ലാം ഓടിച്ചു ഈ സാധനം. അതേപോലെ വിവരമില്ലാത്തവന്മാരെ വെച്ചിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. ലാട വൈദ്യന്മാരൊക്കെയാണ് ഓരോ ഉപദേശകര്. അങ്ങനെയാണ് ഇന്ത്യയുടെ ഹെൽത്ത് സെക്ടർ പ്രശ്നമായത്. ആയുഷ് കീയുഷ് അതിനകത്ത് ഈ പറയുന്നവർക്കൊക്കെ അവർക്കൊക്കെ ട്രീറ്റ്മെന്റ് കൂടി ചെയ്യാൻ കൊടുത്തു. അതാ പറയുന്നത്, മോദി എഡ്യൂക്കേറ്റഡ് അല്ല. അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാൻ അറിയത്തില്ല. എക്കോണമി എന്ത് കുന്തമാണെന്ന് അയാൾക്ക് അറിയത്തില്ല. അയാളെക്കാളും അറിയാം ഈ അമിത്ഷായ്ക്ക്. കാരണം അമിത്ഷാ വളരെ കാലം സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കറായിരുന്നു. അതായത് ഈ പുള്ളിക്ക് ഇത് അറിയത്തില്ല എക്കോണമി എന്താണെന്ന്. അതാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. ഒരു പ്രശ്നമുണ്ടായ എക്കോണമി, അതായത് റിപ്പയർ ചെയ്ത് വളരെ ഹാർഷായിട്ടുള്ള റിഫോംസ് ചെയ്തെടുക്കണം. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനെപ്പറ്റി ഓരോന്നായിട്ട് പഠിക്കണം. ഇതാണ് ആവശ്യം. ഇന്ന് ഇന്ത്യ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കുക, തായ്വാന്റെ പുറകിലായി. ഇനി നമ്മുടെ പുറകിൽ ഈ രാജ്യങ്ങൾ നിൽക്കുന്ന നോക്കുക. ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതായത് നമ്മൾ വീണ്ടും 12ലോട്ട് പോവുകയാണ്. ഇങ്ങോട്ട് കൊണ്ടുപോയതിൻ്റെ കാര്യം അതായത് വെറുതെ തള്ളുകൾ മാത്രമായിരുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഈ മോദി കയറിയ സമയത്ത് മനസ്സിലാക്കുക, ഇന്ത്യയിലൊരു ബൂമായിരുന്നു. കാരണം ക്രൂഡിന് ഭയങ്കര വിലക്കുറവ്. ഇന്ത്യ പുതിയ അമേരിക്ക റിലേഷൻഷിപ്പുമായിട്ട് കൊണ്ടുവരുന്നു. റൈറ്റ് വിങ് പൊളിറ്റിക്സ് ഇന്ത്യ ശക്തമാകുന്നു. ഇന്ത്യയിലോട്ട് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിസ്റ്റുകളും ഈ പറയുന്ന മൾട്ടിനാഷണൽ കമ്പനികൾ വരിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഇന്ത്യ മുമ്പോട്ട് കുതിച്ചു. ആ സംഭവത്തെ നരേന്ദ്രമോദി 2026 ആവുമ്പം തകർത്ത് നാശമാക്കി കൈ തന്നു. മിടുമിടുക്കന്മാരെ എക്കണോമിസ്റ്റുകളുണ്ട്, ഇന്ത്യക്കാരും വിദേശത്തുള്ളവർ. അവരെയൊക്കെ വെച്ച്, അതായത് ലാടവൈദ്യമല്ല, എവിടെയാണ് സർജറി ചെയ്യേണ്ടത് ആ സർജറി ചെയ്ത് ശരിയാക്കി എടുക്കണം. അതിനുള്ള കേപ്പബിലിറ്റി ഒന്നും ഈ പറയുന്ന പ്രധാനമന്ത്രിക്കില്ല. അതാണ് ഈ പറയുന്ന ഈ PR വർക്കും അതായത് ഇമേജ് ഉണ്ടാക്കുക. നിങ്ങളോട് ചോദിക്കട്ടെ വേറെ കാര്യം, നിങ്ങൾ ഇന്ന് വരെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പ്രസംഗം കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ പ്രോംപ്റ്ററിൽ കൂടെ പറയുന്നതാണ് പ്രസംഗം നിങ്ങൾ കേൾക്കുന്നത്. ഇന്ത്യ എന്താണ്, ഇന്ത്യയുടെ ചരിത്രം എന്താണ്, ഇന്ത്യ എന്താണ് ലക്ഷ്യം കാണുന്നത്, ഇന്ന് വരെ ഒരൊറ്റ
ഒരൊറ്റ പ്രസംഗം നരേന്ദ്രമോദിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ചലഞ്ച് ചെയ്യുകയാണ്. ഒരെണ്ണം. കാരണം പുള്ളിക്കത് അറിയത്തില്ല. ആരെങ്കിലും എഴുതി കൊടുക്കും, അതെടുത്ത് വായിക്കുക. അന്ന് എടുത്ത് നോക്കുക, ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിൻ്റെ അതിഭയങ്കരമായ പ്രസംഗങ്ങളുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഇന്ദിരാഗാന്ധിക്ക് ഇതിനെപ്പറ്റി കുന്തം അറിയത്തില്ലായിരുന്നു. ഈ പറയുന്ന രാജീവ് ഗാന്ധിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ നരസിംഹ റാവു, അദ്ദേഹത്തിന് ഇന്ത്യയെപ്പറ്റി പറയുന്ന ചില സ്പീച്ചുകളുണ്ട്, ലോക പ്രശസ്തമായ പ്രസംഗങ്ങളുണ്ട്, ഇന്ത്യയിൽ നടത്തിയ പ്രസംഗങ്ങളുണ്ട്. മൻമോഹൻ സിംഗ്, അദ്ദേഹം നടത്തിയ പ്രസംഗമുണ്ട്. വാജ്പേയി, അദ്ദേഹം നടത്തിയ പ്രസംഗമുണ്ട്. ഇന്ന് വരെ നരേന്ദ്രമോദിയുടെ ഒരു പ്രസംഗം, ഔട്ട്സ്റ്റാൻഡിങ് പ്രസംഗം ഇന്ത്യയെ പറ്റി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും കേട്ടി? കാരണം അയാൾക്ക് കുന്തമൊന്നും അറിയത്തില്ല. അതതിൻ്റെ കാര്യം. ആരെങ്കിലും എഴുതി കൊടുക്കും, ടെലിപ്രോംപ്റ്ററിലിരുന്ന് ഈ പറയുന്ന റീഡറെ പോലെ ഇരുന്ന് ന്യൂസ് റീഡർ വായിക്കുന്ന പോലെ സാധനങ്ങൾ വായിക്കുന്നു. അതതിൻ്റെ കാര്യം. പുള്ളിക്ക് ഇതിനെപ്പറ്റി, എക്കോണമിയെ പറ്റി ഒന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ വിടുവാത്തരം അടിക്കുന്നത്. അവിടെ പോകുന്നു, വീണ്ടും വരുന്നു. അതായത് ട്രംപിനെ കാണാൻ അമേരിക്കയിൽ പോയ സമയത്ത് നരേന്ദ്രമോദി പറഞ്ഞതാണ്, ആദ്യം പോയപ്പോൾ അന്നെങ്ങാനത്ത് 10ാം സ്ഥാനമായിരുന്നു ഗ്ലോബൽ എക്കോണമിയിൽ ഇന്ത്യ. അപ്പോൾ ലാസ്റ്റ് പോയപ്പോൾ, അതായത് ട്രംപിനെ കാണുന്നതിന് മുമ്പ് ജോ ബൈഡൻ ഇരുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്വീകരണത്തിൽ അന്ന് പറഞ്ഞു 10ാം സ്ഥാനത്ത്, ഇന്ന് ഞങ്ങൾ 5ാം സ്ഥാനത്തെത്തി. 4ാം സ്ഥാനത്തെത്തി. ഇന്ന് ഏത് സ്ഥാനത്ത് പോയി? എന്താ ഇത്രയും പ്രശ്നമുണ്ടാകുക? എന്തുകൊണ്ടാണ് ഇന്ത്യക്കാര് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തത്? ഇതിന് പോലും മോദിക്ക് ഉത്തരം തരാൻ പറ്റുന്നത് എന്തുകൊണ്ട് ഇന്ത്യക്കാര് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല? എടുത്തു നോക്കുക. ഇന്ത്യക്കാർ മുഴുവൻ ഇന്ത്യ എന്ന അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് അവർ വിയറ്റ്നാം, ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ പോവുക. കാരണം ഇവിടുത്തെ ടാക്സ് ടെററിസം, ഏകദേശം 30 ലക്ഷം കോടിയുടെ ടാക്സ് ഡിസ്പ്യൂട്ട് കേസുകളാണ് ഇന്ത്യൻ കോടതിയിൽ കിടക്കുന്നത്. മറ്റൊരു തമാശ നിങ്ങൾ അറിയണം. നിങ്ങളൊരു വിദേശി NRIയോ ഒരു വിദേശി ഇന്ത്യയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, അപ്പം നിങ്ങൾക്കത് എടുത്തുകൊണ്ട് പോകണം. അല്ല പാർട്ട്ണറുമായിട്ട് എന്തെങ്കിലും പ്രശ്നമോ എന്തെങ്കിലുമൊക്കെ ആയി 5 വർഷം ഇവിടെ കേസ് നടത്തണം, എന്നിട്ടേ അത് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ലോകത്ത് ബോധമുള്ള ഒരുത്തനെങ്കിലും ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യൂ. എന്തോ നിയമം ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഗുജറാത്ത് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യം, അത് എക്കണോമിക്കലി പണ്ട് റിച്ച. ഗുജറാത്തികൾ പണ്ട് മുതൽ ബിസിനസ്സുകാരും കച്ചവടക്കാരും മാനുഫാക്ചേഴ്സാണ്. ഈ ഗുജറാത്തികൾ ലോകത്തുള്ള ഇഷ്ടം പോലെ അമേരിക്കയിലും യൂറോപ്പിലും ഗൾഫ് രാജ്യങ്ങളിലും അവരവിടെ കച്ചവടക്കാരാണ്. അതിൻ്റെ ഒരു മുഖ്യമന്ത്രിയായിട്ട് ഒരു പുല്ലും ചെയ്യാനില്ല. ഒരു ബാങ്കിലെ ഒരു ഹെഡ് ക്ലർക്ക് എന്താണ് ചെയ്യുന്നത്? പ്രോപ്പറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മാറ്റി വെക്കുക. അല്ലാതെ അവിടെ ഒരു ഇന്നോവേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഇഷ്ടം പോലെ പണമുള്ള സ്റ്റേറ്റാണ് അത്. അവിടെയാണ് മോദി എന്തോ ചെയ്തു എന്നീ ആൾക്കാർ പറയുന്നത്. പക്ഷെ ഇന്ന് വരെ ഗുജറാത്തിൻ്റെ എഡ്യൂക്കേഷൻ മാറ്റിയില്ല. അവിടെയാണത് ഇന്നോവേറ്റീവായിട്ട് ചെയ്യേണ്ടത്. അവിടെയുള്ള അതേപോലെ സ്വച്ഛ് ഭാരത് പറയുന്നു. അതായത് ഇന്ത്യയിലെ പല സ്റ്റേറ്റിനെ എടുക്കുകയാണെങ്കിൽ ഗുജറാത്ത് ഈ ബീഹാറിനെ പോലെ ഡേർട്ടി സ്റ്റേറ്റാണ്. അതായത് ഈ പറയുന്ന സ്വച്ഛം കിച്ചും ഒന്നും ഇല്ലാത്ത സ്റ്റേറ്റാണ്. ആ സിറ്റികളിൽ പോയി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്തില്ല. പക്ഷെ ഹിന്ദുത്വം എന്നൊരു സാധനം കയറി അങ്ങ് അടിച്ചു. അതേപോലെ തന്നെ ഗുജറാത്ത് കലാപം, അതിൻ്റെ പേരിലുണ്ടായ ഒരു കഥാപാത്രം. പക്ഷെ നമ്മളൊക്കെ ഉദ്ദേശിച്ചു, ഞാൻ ഉൾപ്പെടെ നിങ്ങളും പലരും ഉദ്ദേശിച്ചു, ഇദ്ദേഹം വലിയ സംഭവമാണ്, ഇയാൾ ഒരു കുന്തവും അല്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് 2028 അതായത് മനസ്സിലാക്കുക, അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ എക്കോണമി തകർന്ന് നാശമാകുമെന്നാണ് പറയുന്നത്. ഈ പോക്ക് പോവുകയാണെങ്കിൽ അതിനെന്ത് റെമഡിയാണെന്നുള്ള കാര്യം പോലും അറിയത്തില്ല ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർക്കാണ്, ഇവിടുത്തെ അഡ്വൈസേഴ്സ് ആണെങ്കിലും. കാരണം ഇതേപോലുള്ള പല ലാടവൈദ്യന്മാരെ വെച്ചാണ്, അതേപോലെയുള്ള ആൾക്കാരെ വെച്ചാണ് എക്കണോമിസ്റ്റുകളായിട്ട് വെച്ചിരിക്കുന്നത്. ഇന്ത്യ നല്ല മിടുമിടുക്കന്മാരായ ഇന്ത്യക്കാരെ കൊണ്ടുവന്ന് ഇതൊരു ഫിക്സ് ചെയ്യാം, കാരണം റിപ്പയർ ചെയ്തെടുക്കാം. അതിന് പോലും പുള്ളിക്ക് മടിയാണ്. കാരണം ഈ പറയുന്ന ടൂറും പരിപാടികളൊക്കെ ആയിട്ടൊക്കെ ഉറപ്പായിട്ടും അമേരിക്കയുമായിട്ട് പിണങ്ങി നിന്നാൽ അവൻ നമ്മുടെ വെടി തീർത്ത കൈ ചുരുട്ടിക്കൂട്ടി എടുത്ത് ഊരക്കളെ. കൃത്യമാണ് ഞാൻ ഈ പറയുന്നത്. അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സ് വരാതെ ഇന്ത്യയിൽ ലോകത്തുള്ള ഒരൊറ്റ ഇൻവെസ്റ്റർ വരത്തില്ല. ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് ബ്രേക്ക് ചെയ്യാൻ അമേരിക്കൻ പ്രസിഡന്റ് ഇവിടെ വരണം. അമേരിക്കയുമായിട്ട് നല്ല ബന്ധത്തിൽ പോയേ മതിയാവത്തുള്ളൂ. അതിന് മോദി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അമേരിക്കക്കാരന്
ഇന്ത്യക്കാരന് വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെയാണ് H1B ആണെങ്കിൽ ഗ്രീൻ കാർഡിൻ്റെ, അപ്പം അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. കാരണം കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഏകദേശം 60,000 ഇന്ത്യക്കാർ H1B വിസാക്കാരുടെ ജോലിയാണ് അമേരിക്കയിൽ പോയത്. ആ രീതിയിലാണ് ഇന്ത്യയുടെ ക്ഷതം സംഭവിക്കുകയാണ്. ഡീപ്പായിട്ട് മനസ്സിലാക്കുക. നമ്മളൊക്കെ നല്ല രീതിയിൽ പോകുന്നൊരു രാജ്യത്ത് ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ. അതായത് നമുക്ക് ക്രെഡൻഷ്യൽ ഉണ്ട്, ക്രെഡിബിലിറ്റി ഉണ്ട്. ആ ക്രെഡിബിലിറ്റി മുഴുവനും ഇൻ്റർനാഷണലി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കൂട്ടരും കൊണ്ടുപോയി നശിപ്പിച്ചു. ഈ പറയുന്ന ഹിന്ദുത്വയ്ക്ക് വേണ്ടി ഇവിടെ ഓരോ അറ്റാക്കിനും അതിനും ഇതിനുമെല്ലാം ആരാണ് ഉത്തരവാദി? അതിൻ്റെ വിലയാണ് നമ്മളിന്ന് കൊടുക്കുന്നത്. നമ്മൾ പട്ടിണി പാവത്തിലോട്ട്, അതായത് സ്റ്റാർവേഷനിലോട്ട് പോകാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഇന്ത്യയിൽ കണ്ടു തുടങ്ങി.